ഹായ്, ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു എന്നല്ല, നമ്മളെ 10 മണിയായി. ഇവിടുത്തെ ഏകദേശം 9 മണി. മെക്കാനിക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, സ്റ്റാർട്ടറും കൊണ്ട് വന്നിട്ടുണ്ട്. അവർ ഓരോരോ കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞങ്ങളോട് മറ്റേ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക്. ആ സാധനം തല്ലി പൊട്ടിച്ചിട്ട് അതിൻ്റെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കണക്ട് ചെയ്തിരുന്ന ഒരു ലൈറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കുമായിട്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു ഓയിൽ ലീക്കും ഉണ്ട് ഇപ്പം. അപ്പം എന്തായാലും സൂചിയും കൊണ്ട് എടുക്കാവുന്ന, ഒരു തൂമ്പയും കൊണ്ട് എടുക്കാവുന്നതായിട്ടുണ്ട്. സ്റ്റാർട്ടറിൻ്റെ പുതിയ കിറ്റൊക്കെ അവർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അടിയിൽ ആ ഓയിൽ ലീക്ക് ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നോക്കിക്കേ, അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കേട്ടോ, സ്റ്റാർട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ തല്ലിപ്പൊട്ടിക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്യാൻ നോക്കിയതാ ചേച്ചാ. ശരിക്കും അന്നേരം നമുക്ക് മനസ്സിലായത് സ്റ്റാർട്ടറിൻ്റെ പ്രൊട്ടക്ഷനുള്ള പ്ലാസ്റ്റിക് അതിനേക്കാളും കനം കുറവാണ് മറ്റേ ഓയിൽ പാൻ്റെ ആ സാധനത്തിന്, ബലൂൺ പോലെ. ശരിക്കും ഈ പറയുന്ന തട്ടലൊന്നും പറ്റിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പാൻ്റെ അവിടെ ചെറിയൊരു എന്തോ ഒരു സ്ക്രാച്ച് പോലും അത് കാണാനൊന്നും ഇല്ല. അത് ചിലപ്പോൾ അത്രയും ഓയിൽ അതിൻ്റെ തള്ളം കൂടെ അതുകൊണ്ടായിരിക്കും ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് ബേസിക്കലി ഇതാണ് സംഭവം. സൂചി കൊണ്ട് എടുക്കാനുള്ള തൂമ്പം കൊണ്ടാക്കി മര്യാദയ്ക്ക് മെക്കാനിക്കിനെ വിളിക്കുക. കാരണം ഒന്നാമത് ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ ഈ തണുപ്പത്ത് നിന്നിട്ട് ചെയ്യണം, കൈയും കാലും ഒക്കെ അങ്ങ് മരയ്ക്കുക. അത് സ്നോ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം മെക്കാനിക്കിനെ വിളിച്ചായിരുന്നെങ്കിൽ ഒരു മണിക്ക് വേണ്ട 300 രൂപയായിരുന്നു. ആ 300 രൂപ ലാഭിക്കാൻ നോക്കിയത് ഇപ്പോൾ ഏകദേശം ഒരു 3000 രൂപയുടെ പണിയായിട്ടുണ്ടെന്നാണ് നമ്മുടെ മനസ്സുകൊണ്ട് പറയുന്നത്. അറിയത്തില്ല, എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 12 മണിയായി കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല, കാരണം വണ്ടി ഓണായാലല്ലേ നമുക്ക് മൈക്രോവേവ് ഓണാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫുഡെല്ലാം ഫ്രിഡ്ജിലാണ്. ഞങ്ങൾ 2 ബബിൾഗം കഴിച്ചേക്കുക. അന്നേരം ബ്രേക്കിൻ്റെ സമയത്ത് നിർത്തിയപ്പോഴാണല്ലോ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ബ്രേക്കിന് പോലും ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ നേരമായി. സമയം 2:30 കഴിഞ്ഞു കേട്ടോ. ഇതുവരെ അത് ഫിക്സ് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലേക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അങ്ങോട്ടൊക്കെ കൈയൊക്കെ കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ കിടന്ന്. കാരണം ഈ ലോ ആയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നുണ്ടേ. ഈ ഫ്ലാഗ് പറക്കണ സ്പീഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തുമാത്രം കാറ്റാണ്. അപ്പോൾ അമേരിക്കയിലെ ചില ഭാഗങ്ങളിലൊക്കെ ടൊർണാഡോ വാർണിംഗ് ഉള്ള ഒരു സമയമാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു വയോമിങ് ഏരിയയിൽ ഭയങ്കര വിൻഡുണ്ടെന്ന്. അത് ശനിയാഴ്ച ഉച്ച വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പം വ്യാഴാഴ്ച ഉച്ചയായി. നമുക്ക് എന്തായാലും ഡെലിവറി കഴിഞ്ഞ് എനിക്കറിയത്തില്ല പിക്കപ്പ് എന്നാ ഇനി കിട്ടുന്നതെന്ന്. സമയം 4 മണി. ഞാനൊരു സൈഡായി കേട്ടോ. ദേവസ്യാച്ചൻ ഇനിയും ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മച്ചന്മാർ അവരുടേതായ പണികളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. കാറ്റിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടി വരുവാണ്. ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വേണ്ട ഒരു ഫയർ എഞ്ചിൻ വന്നാണ് നാവാഗേഷന് വേണ്ടിയിട്ടുള്ളത്. ഇത് ഇലക്ട്രിക് ആണെന്നോണല്ലേ സാറേ? സ്റ്റാർട്ടറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ പണിക്കാരുടെ വണ്ടി റാമിൻ്റെ 3500 ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് കേട്ടോ, പിക്കപ്പ്. ഇതിൻ്റെ 2 സൈഡിലും ടൂൾസൊക്കെ വെക്കാനുള്ള ആറുകളും, അതുപോലെ ഈവൻ പുറകിലാണെങ്കിലും വേണ്ട അവരുടെ സാധനങ്ങളെല്ലാം വെക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അതോടൊപ്പം അത്യാവശ്യം ടയറിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട സെറ്റപ്പിനുള്ള ഇതൊക്കെ വലിച്ചു കഴിഞ്ഞങ്ങ് പോരും. സാറേ പണി കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ട് വിട്ടാൽ മതി. അപ്പം നമ്മളെ സ്റ്റാർട്ടർ ഓൾമോസ്റ്റ് റീപ്ലേസ് ആയി കേട്ടോ. എല്ലാം തീരാറായി. പക്ഷേ അതിൻ്റെ ഓയിൽ ഭയങ്കരമായിട്ട് ലീക്കായി. അതോടൊപ്പം കാറ്റാണേലും ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രോപ്പറായിട്ട് ഓയിൽ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമുണ്ട്. സംഭവം എല്ലാം റെഡിയായപ്പോഴത്തേക്കും ബാറ്ററി ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റാമെ കുത്തി ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രീ ട്രിപ്പ് ഇട്ടേക്കുക.
നമ്മൾ ഓൺ ഡ്യൂട്ടി പ്രീ ട്രിപ്പ് ഒരു 15 മിനിറ്റ് ഇടണം, നമ്മൾ എല്ലാ കോമ്പണൻസും ഒക്കെ അല്ലേ എന്നുള്ളതായി. അതുകൂടാതെ നമ്മുടെ ആ ഓയിൽ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് 12 മൈലിൽ നോർത്ത് പ്ലാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ലൗസിൻ്റെ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ കൊണ്ട് നിർത്തി എന്തെങ്കിലും കഴിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൻ്റെ കാര്യത്തിൽ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാമെന്നാണ് നമ്മുടെ യാടി എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഈ കാറ്റുള്ളതുകൊണ്ടേ അത് പലതായിട്ട് തെറിച്ച് പോവാ അല്ലേ? എനിക്കൊന്ന് ഇത് ഓടുമ്പം ഇച്ചിരി ചാട്ടം കുറയുമായിരിക്കും. കാരണം വെച്ചാൽ ഇത് ഇതിൻ്റെ അത്ര കയറുമല്ലേ, പവർ അതിൻ്റെ അകത്തൂടെ. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് മച്ചാന്മാർ പോയി, നമുക്കും പോയേക്കാം. 15 മിനിറ്റായി, പോയേക്കാം. രക്ഷിച്ചേക്കണേ. നമ്മളാ ബ്ലാങ്കറ്റ് വെച്ച് തുടച്ചത് നന്നായി. അതിപ്പോൾ ക്ലീനായി. ഇപ്പം ആൾക്കാർ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരു മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. അല്ലേ ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തേ കാറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്നല്ലേ? അത് പയ്യെ വയോമിങ്ങിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും, ഇത്ര മൈൽ പെർ അവർ കാറ്റുണ്ടാവുന്നുള്ളത് ഏറെക്കുറെ. അപ്പം എൻ്റെ ചിന്ത ഇതാണ്, നമ്മൾ വയോമിങ് അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. അപ്പം എന്തായിരിക്കും അവിടുത്തെ കാറ്റെന്നുള്ളത്? ശനിയാഴ്ച ഉച്ച നമ്മൾ കാറ്റ് തീരുവോളെന്നാണ് പറയുന്നത്. ഓ ശരി. അപ്പം അങ്ങനെ നോർത്ത് ഫ്ലാറ്റിലെ ലൗസിൻ്റെ എക്സിറ്റ് എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയി പാർക്ക് ചെയ്ത് ഷവർ എടുത്ത് വല്ലതൊക്കെ കഴിക്കാമല്ലേ വിശേഷം? അതെ അതെ, നല്ല മഗ്ഡി ഉണ്ട്. നമുക്ക് ഓരോ സാൻഡ്വിച്ച് കഴിച്ചാലോ? ബർഗർ മേടിച്ചേക്കാം. ഫുഡ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അമ്മാരിവിടെ ലൗസിന്റെ നോക്കുന്നാണോ പറഞ്ഞത്, അതോ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, ഇത് ലൗസിൽ പോയി നിങ്ങളൊരു ഷവർ എടുത്ത് വല്ലതൊക്കെ കഴിച്ചു, അന്നേരത്തേക്കും വിൽ ഫിഗർ ഔട്ട് സംതിങ് എന്ന് പറഞ്ഞു. പിന്നെ ഇമ്മാർക്കും ഉണ്ടല്ലേ, ഫ്ലൈൻ ജേക്കും ഉണ്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ. ഉമാരുടെ ആ ഈ സംഭവം വന്നത് സദേൺ ദ മാർട്ട് എന്നുള്ളതുകൊണ്ട് ഫ്ലൈൻ ജേയുടെ സംഭവം. അതെ അതെ. പിന്നെ ആ ഓയില് ഡ്രിപ്പ് ചെയ്യുന്നത് അവിടുത്തെ പോലെ തന്നെയാണോ ഇവിടെയും ഡ്രിപ്പ് ചെയ്യുന്നത് എന്നുള്ള സ്പീഡ് അതോ കൂടിയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു ഗുർജീത്ത്. കാരണം ഒന്ന് നമ്മൾ കൊണ്ട് നിർത്തുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണേ. അടിപൊളി ഒരു നോർത്ത്. ഇവിടെ പിന്നെ സ്പേസ് കിട്ടിയല്ലേ, ഇവിടെ ഒന്നും സ്പേസ് ഇല്ല. ഇവിടെ അല്ലേ? ഇവിടെ എനിക്കൊന്നത് റിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ആയി നമുക്ക് നേരെ ബാക്കിലേക്ക് അടിക്കാം. എന്തായാലും മതി നേരെ. ഞാൻ അറ്റത്തിടാനാണ് നോക്കിയത്. അപ്പോൾ പിന്നെ ഇത് കറക്റ്റ്. ഇവിടെ ഇഷ്ടം പോലെ ചട്ടിയുണ്ട്. അതെല്ലാം കണ്ടോണ്ടാ നമുക്ക് ശല്യങ്ങളില്ല. അല്ല ഈ അറ്റം ആയതുകൊണ്ട് ഇച്ചിരി ഓയിൽ വീണാലും. അങ്ങനെ നമ്മൾ ലൗസിലെത്തി. ഞാൻ ഓയിൽ ലീക്കിൻ്റെ എമൗണ്ട് ഒന്ന് നോക്കാം. അല്ല അതൊന്നും ഇപ്പം കാണത്തില്ല. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കി കഴിഞ്ഞാൽ കാണാം. ഒരു തുണി വല്ലതും ഉണ്ടോ? ലീക്ക് പോയിട്ടില്ല, പൊട്ടിയിരിപ്പുണ്ട്. പക്ഷെ വണ്ടി ഓഫ് ചെയ്യുമ്പോഴായിരിക്കും ലീക്ക് വരുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഇതാ ഞാൻ ആ ഫോൺ വെച്ചാണെങ്കിൽ പറഞ്ഞാൽ എടുത്താണ്. അല്ലേ നമുക്ക് ലീക്കുണ്ട്, പക്ഷെ മൈന്യൂട്ടായിട്ടുണ്ടെന്ന് കൂടിയിട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇറ്റിറ്റ് വീഴുന്നുണ്ടെന്ന് എഴുതി പറയാം. കാരണം അവിടെ ഇങ്ങനെ ഒരു ഞാൻ കൊണ്ടത് ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ പറഞ്ഞൊരു ഫോട്ടോ കൊടുത്തു, അത് അവർക്ക് അയക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി വേണ്ട ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് ഒരു കാപ്പിയൊക്കെ എടുത്ത് പറ്റുവാണ് ഒരു ബർഗറും മേടിച്ച് കഴിക്കാം. നല്ല വിശപ്പ് അല്ലേ? കുറച്ച് മുറുക്കുണ്ടായിരുന്നത് തിന്നാ വിശപ്പ് അറിയുന്നത് അവിടെ. സാർ എന്നാ ഓർഡർ ചെയ്യണേ? ബർഗേഴ്സ് ബിഗ് മാക്ക് ഓർഡർ ചെയ്താലോ? അത് ഒത്തിരി വലുതായിരിക്കുമോ? ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ 2 ബർഗർ ഓർഡർ ചെയ്തു. നമ്മളെ നമ്പർ 890. അത് ആയി കഴിയുമ്പോൾ ഇവർ വിളിക്കും. കഴിച്ചിട്ട് പോയാലോ?
ഇതുകൊണ്ട് വലിയ മെച്ചമില്ല കേട്ടോ. കണ്ടോ, നമ്മൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എന്ത് വലിയ ബർഗറിൻ്റെ പടമായിരുന്നു നോക്കി. ഇത് വേണ്ട കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. പടത്തിൻ്റെ അകത്ത് ഭയങ്കര വലിയൊരു സെറ്റപ്പ്. അതിൻ്റെ അകത്ത് സോസ് ഉണ്ടായിരുന്നു. ഞാൻ പറയായിരുന്നു പടത്തിൻ്റെ അകത്തേ വലിയ ബർഗറിൻ്റെ പടം. അതെ, കൈ കിട്ടുമ്പോൾ ഒരു ഗുളിക വെച്ചേക്കുന്ന പോലെ. ടിഷ്യൂ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തന്നു കഴിച്ചേക്കോ കേട്ടോ. മിന്നിച്ചേക്കാം. ഇപ്പോൾ റണ്ണിങ്ങിൽ നമുക്ക് എൻജിൻ ഓയിൽ ലീക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 2 ഗാലൻ എൻജിൻ ഓയിൽ മേടിച്ചുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ വേണ്ട ഈ 15W40 എന്നുള്ള സ്പെക്ക് ഉണ്ടോ, ഇതാണ് നമ്മൾ സാധാരണ ഇതിൽ നമ്മുടെ ഹെവി ഡ്യൂട്ടി നമ്മുടെ സെമി ട്രക്കിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഗാലൻ എൻജിൻ ഓയിൽ മേടിച്ചു. ഇപ്രാവശ്യം നമ്മൾ പോണത് ടെമ്പർ വഴിയാണ്. സാധാരണ പോണത് വയോമിങ്ങിൽ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അപ്പം ഒരു ഇത്ര വെയിറ്റ് താഴെയുള്ള വണ്ടികൾക്കെല്ലാം റോഡ് ക്ലോസ്ഡാണ്. അപ്പം നമ്മുടെ വണ്ടി ലൈറ്റ് വെയിറ്റ് അല്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് ഡെൻവർ വഴി പോകാം. കൊളറാഡോ നമ്മളൊരു ബർഗറൊക്കെ കഴിച്ച് വേണ്ട തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ കാണുന്നത്. ആ ചെറിയ ക്രാക്കിൽ കൂടെ ഇപ്പം ഭയങ്കരമായിട്ട് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇത് ഫിക്സ് ചെയ്തിട്ട് തന്നെ പോവാം അല്ലേ. അപ്പോൾ നമ്മുടെ പീറ്റർബിലിറ്റി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇവർ ഓയിൽ പാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പണികളൊന്നും ഇവിടെ ചെയ്യലെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മറ്റേ സ്റ്റാർട്ടർ നന്നാക്കാൻ വന്ന അമ്മമാരുടെ കടയുണ്ട് പൈലറ്റിനോട് ചേർന്ന്. അപ്പോൾ അങ്ങോട്ട് പോയി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെ പീറ്റർബിലിറ്റിൻ്റെ ഒരു ഷോറൂമുണ്ട്. പക്ഷേ ഷോറൂമിൽ കയറിയാൽ എന്തായാലും ഒരാഴ്ച പോക്കാണ്. അവരതുപോലെ അപ്പോയിൻമെൻറ്റ് തരുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാനില്ല. എന്തായാലും തൽക്കാലം ഈ ഫ്ലൈയിങ് ജയിൽ കയറി പാർക്ക് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് ഓയിലിൻ്റെ കൂടെ കുറച്ച് ഫെവിക്വിക്ക് മേടിച്ചായിരുന്നേ. അപ്പോൾ ഓവർനൈറ്റ് പാർക്ക് ചെയ്ത് കിടക്കാനുള്ളതല്ലേ. അപ്പോൾ ഇനി ഫർദർ ഓയിൽ ലീക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല പോകാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഫെവിക്വിക്ക് തൂത്ത് വെച്ച് നോക്കാം. വേറെ ഒന്നുമല്ല, രാവിലെ ആവുന്നോടം വരെ വണ്ടി ഓയിൽ നഷ്ടപ്പെടാണ്ടിരിക്കും. അങ്ങനെ പീറ്റർബിലിറ്റിൻ്റെ അടിയിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയാണ് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് സ്റ്റിയറിങ് ഫുള്ള് വേണ്ട നമുക്ക് ഇതുപോലെ ഒടിച്ച് പിടിക്കണം. അത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ടയർ അങ്ങനെ വളച്ച് പിടിച്ച് ആ ഗ്യാപ്പിൽ കൂടെ വേണം അതിൻ്റെ അടിയിലേക്ക് കയറാൻ. വേറെ ക്ലിയറൻസ് ഇല്ല നമുക്ക്. ഒന്നെങ്കിൽ ഇതുവഴി അല്ലെങ്കിൽ നേരെ പുറകിലെ ആക്സിൽസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നൂണ്ട് കയറി വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. അങ്ങനെ പേപ്പർ പോലത്തെ ഒരു സാധനം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ. നിൽക്കാനാണെങ്കിൽ നിൽക്കും. ഇച്ചിരി കഴിഞ്ഞിട്ട് വണ്ടി നോക്കിയാണ് ഉണങ്ങിയിട്ടില്ല. പയ്യെ പോയാലോ വൈകുന്നേരം രസകരമാക്കാനല്ലേ. ഞങ്ങൾ വേണ്ട 2 കൂൾസ് ലൈറ്റ് ബിയറും ഒരു ചിപ്സും മേടിച്ചേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേണ്ട ക്യാറ്റിൻ്റെ കുറച്ച് അടിപൊളി ഹുഡീസൊക്കെ ഭയങ്കര വില കേട്ടോ. ജാക്കറ്റ് കണ്ടോ, $80 ഇതിൻ്റെ വില. പക്ഷേ ഒരു കിഡിലൻ ഐറ്റം. നമുക്കിത് ഈ കൂട്ടുവരണം കച്ചി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും അല്ലേ. ഈ ഒരു മാസം സെയിൽ പോയി. എല്ലാം ക്യാറ്റിൻ്റെ പ്രോഡക്ട്സിനൊക്കെ ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സാണ്. വേറെ പറഞ്ഞ എടുത്തേക്കാം. യെല്ലോ സ്റ്റോൺ സ്റ്റേറ്റുകളുടെ എല്ലാ ചെറിയ ബുക്കിലെത്തി വീട്ടിലുണ്ട് കുറെ. ഇപ്പൊ വെക്കാൻ സ്ഥലമില്ല. നമുക്ക് ഇതുകൊണ്ട് പോയൊരു ലൈബ്രറി തുടങ്ങാം. ഭയങ്കര പൊടിക്കാറ്റാട്ടോ. അപ്പൊ
this time.